നമസ്തേ. ബോധം എന്നത് ഒരു വലിയ കാര്യമല്ല. നീ നടക്കുമ്പോൾ, നീ ഇരിക്കുമ്പോൾ എല്ലാം നീ ബോധത്തോടുകൂടി നീ നടക്കുന്നതിനെക്കുറിച്ച്, ഇരിക്കുന്നതിനെക്കുറിച്ച്, ചിന്തിക്കുന്നതിനെക്കുറിച്ച് എല്ലാം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഒക്കെ നീ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിനക്ക് ബോധത്തെ അറിയും. ഇപ്പോൾ നിന്റെ ഉള്ളിൽ ഒരു കോപം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ബോധം. ആ കോപത്തെ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നീ മനസ്സിന്റെയും ചിന്തകളുടെയും അടിമകളായി മാറുന്നത്. നിന്റെ ഉള്ളിൽ ഒരു കോപം ഉണരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, അതിനെ തിരിച്ചറിയുമ്പോൾ നീ മനസ്സിലാക്കുക നീ ബോധത്തിലാണ് എന്നുള്ളത്. ഒരു നിമിഷം നീ ആ ബോധത്തെ തിരിച്ചറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു നിമിഷം നീ നിന്റെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ, നിന്റെ ബോധത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി നിന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ബോധം എന്നത് നീ എന്താണെന്ന് മനസ്സിലാക്കലാണ്. ചിന്തകൾ എന്നത് നിന്നെ അലസ്വരപ്പെടുത്തുന്ന നിന്റെ ജീവിതത്തിന്റെ ഭാഗതയും മാത്രമാണ്. പക്ഷേ ബോധം എന്നത് നിന്റെ ഉള്ളിലുള്ള സൃഷ്ടിയാണ്, നിശ്ചലതയാണ്. അതിനെ നിങ്ങൾ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തെ സ്വയം മാറ്റാൻ നിനക്ക് തന്നെ സാധിക്കും. അപ്പോൾ നിന്നിലേക്ക് വരുന്ന ചിന്തയോ പ്രശ്നങ്ങളോ എന്തു തന്നെയായാലും നീ നിന്റെ ബോധത്തിലേക്ക് അതിനെ കൊടുക്കുക. അപ്പോൾ നിന്റെ ഹൃദയം ശാന്തമാകുന്നതും നിനക്കതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും കഴിയും. ഒരിക്കലും ചിന്തകളുടെ അടിമകളാകാതിരിക്കുക, ബോധത്തിലേക്ക് സഞ്ചരിക്കുക. ബോധമാണ് നിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന്. അതുകൊണ്ട് ബോധത്തിൽ കുറച്ചെങ്കിലും നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.